ബീഹാറിൽ NDA സഖ്യത്തിന്റെ ഭാഗമാകാനാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരുമൊക്കെ ശ്രമിക്കുന്നത്. JDU-നെ മാത്രമല്ല, പല ചെറുകക്ഷികളെ കൂടി ഒപ്പം കൂട്ടി JDU-നെ വിപുലപ്പെടുത്താനും നിതീഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. ബീഹാറിലെ ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും വീണ്ടും നിതീഷ് കുമാർ ഇറക്കുന്ന ഓരോ രാഷ്ട്രീയ ഗിമിക്ക് കണ്ട് എരിപിരി കൊള്ളുന്നവർ അനേകായിരം കാണുമായിരിക്കാം. പക്ഷേ ഇതൊന്നും കൃത്യമായി വിശകലനം ചെയ്യാതെയാണ് എടുത്തുചാടാൻ ബീഹാറികൾ ശ്രമിക്കുന്നതെന്ന് കൃത്യമായ താക്കീത് നൽകിയാണ് RJD-യും കോൺഗ്രസും. RJD-യും കോൺഗ്രസുമായിരിക്കും മഹാഗഠബന്ധനിലെ പാർട്ടികൾ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ബീഹാറിൽ RJD 40-ൽ 30 സീറ്റുകളിലെങ്കിലും മത്സരിക്കുകയും ബാക്കിയുള്ള 10 സീറ്റുകൾ കോൺഗ്രസിന് നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമസ്യയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിതീഷ് കുമാർ ആകട്ടെ NDA പാളയത്തിലേക്ക് എത്തിക്കൊണ്ട് JDU-നെ BJP-യുടെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ബീഹാർ ജനത കൃത്യമായി തന്നെ ഇത് കണക്കുകൂട്ടുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് RJD സഖ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. നേരത്തെ UPA കാലത്തുണ്ടായിരുന്ന അതേ സഖ്യം തന്നെയായിരിക്കും ബീഹാറിൽ ഇക്കുറി RJD കോൺഗ്രസിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. RJD കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ലാലുവിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് നിലവിൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയാണ്. തനിക്ക് ശേഷം തന്റെ പിൻഗാമിയായി JDU നേതാക്കളെയല്ല നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നത്. പകരം ഏറ്റവും കർമ്മശേഷിയുള്ള തേജസ്വി യാദവിനെയാണ് പുകഴ്ത്തി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ നിതീഷ് കുമാർ മലക്കമറിഞ്ഞിരിക്കുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിനകത്ത് കൃത്യമായ ചടുലമായ നീക്കങ്ങളാണ് നിതീഷ് കുമാർ നടത്തിയിട്ടുള്ളത്. പക്ഷേ അവസരവാദിയായ നിതീഷിനെ കൃത്യമായി മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്കോ RJD-ക്കാർക്കോ കഴിയാതെ പോയി എന്നൊന്നും ആരും പറയില്ല. കാരണം അവർക്കറിയാമായിരുന്നു നിതീഷ് കുമാർ സമയത്ത് തനിക്കോണം കാണിക്കുമെന്ന്. ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂടായി നിതീഷ് കുമാർ നിൽക്കും എന്നൊക്കെ പറഞ്ഞവർക്ക് കൃത്യമായ മറുപടി ആയി കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാർ ഇത്രയും അല്പത്തരം കാണിച്ചതിൽ ആർക്കും അത്ഭുതമൊന്നുമില്ല. ഇതിനപ്പുറവും കാണിക്കാനുള്ള തൊലിക്കൊട്ടിയുള്ള നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ അവസരവാദ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.